നമ്മുടെ 10th പ്രിലിംസിൻ്റെ സിലബസ് കംപ്ലീഷൻ ചാലഞ്ചിൽ നമ്മുടെ 14ാമത്തെ വീഡിയോ ആണല്ലോ ഇത്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ 4ാമത്തെ മൊഡ്യൂൾ പറഞ്ഞിട്ടുള്ള ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും എന്ന ഭാഗത്ത് വരുന്ന മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്താലോ. ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് പോകാം കേട്ടോ. എന്താ മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ജനാധിപത്യത്തിൻ്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസനത്തിനും വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നതും അതുപോലെ ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള അവകാശങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓർത്തു നോക്കുക, ജനാധിപത്യത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിന് വേണ്ടിയിട്ടും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നതും അതുപോലെ ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള അവകാശങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ, 1928 നെഹ്റു റിപ്പോർട്ടാണെന്ന കാര്യം ഓർത്തു വെക്കുക. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട് ചോദിച്ചാൽ ഏതാ, 1928 നെഹ്റു റിപ്പോർട്ടാണ്. ഈ നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാന്നറിയോ, മോത്തിലാൽ നെഹ്റു കേട്ടോ. മോത്തിലാൽ നെഹ്റു ചെയർമാനായ കമ്മിറ്റിയാണ് നെഹ്റു റിപ്പോർട്ട് 1928 നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത്. നമ്മുടെ ഭരണഘടനയിൽ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഏത് രാജ്യത്ത് നിന്നാ കടം കൊണ്ടതെന്ന് ചോദിച്ചാൽ അമേരിക്കൻ ഭരണഘടന അല്ലെങ്കിൽ USA ഭരണഘടനയിൽ നിന്നാണ് എന്ത് ചെയ്തത്, മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത്. ഇനി മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ചോദിച്ചാൽ ആരാ, സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ചോദിച്ചാൽ ആരാ, സർദാർ വല്ലഭായ് പട്ടേലാണ്. നമുക്ക് മൗലിക അവകാശങ്ങൾ, നമ്മുടെ മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പൗരൻ എന്ത് ചെയ്യാൻ പറ്റും, കോടതിയെ സമീപിക്കാൻ പറ്റും. നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് 6 വിധത്തിലുള്ള മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് എത്ര മൗലിക അവകാശങ്ങളുണ്ട്, 6 മൗലിക അവകാശങ്ങളാണ് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത്. ആ മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പൗരൻ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കോടതിയെ സമീപിക്കാവുന്നതാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം ചോദിച്ചാൽ ഏതാ, ഭാഗം 3 നമ്മുടെ മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. 10th പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഏകദേശം കാണാറുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് എന്ത്, പ്രതിപാദിച്ചിരിക്കുന്നത് എന്ത് എന്നൊക്കെ ഏതാ, മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ്. നമ്മുടെ ഭരണഘടനയിലെ ഭാഗം ചോദിച്ചാൽ ഏതാ, 3ാം ഭാഗമാണ്. ഇനി ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആർട്ടിക്കിളാ ചോദിക്കുന്നെങ്കിലോ, അത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഭാഗം 3 മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞു മൗലിക അവകാശങ്ങൾ നിലവിൽ നമുക്ക് എത്ര ഉണ്ട്, 6 എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ, അത് 7 കേട്ടോ. അത് 7. അതായത് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 1950 ജനുവരി 26 എത്ര ഉണ്ടായിരുന്നു, 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നിലവിൽ എത്രയേ ഉള്ളൂ, നിലവിൽ 6 മൗലിക അവകാശങ്ങളാണ് ഇപ്പോഴുള്ളത്. നമുക്ക് നഷ്ടമായ മൗലിക അവകാശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിന്നീട് എടുത്തു കളഞ്ഞ മൗലിക അവകാശം എന്ന് പറയുന്നത് ഏതാ, സ്വത്തവകാശമാണ്. അത് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ തന്നെ പഠിക്കുന്നതായിരിക്കും. ഇനി മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാ, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ, സുപ്രീം കോടതി കേട്ടോ. സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാ, സുപ്രീം കോടതിയാണ്. നമ്മൾ പറഞ്ഞു ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് നമുക്ക് 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു, സ്വത്തവകാശത്തെ എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞില്ലേ. ഈ സ്വത്തവകാശം, അതായത് മൗലിക അവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പൊ എന്തവകാശ, നിയമ അവകാശമാണ്, അല്ലെങ്കിൽ ഒരു ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്. ഓർത്തു നോക്കുക, മൗലിക അവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമ അവകാശമാണെന്നുള്ള കാര്യം ഓർത്തു നോക്കുക. ഇനി മൗലിക അവകാശങ്ങൾ അറിയപ്പെടുന്നത് എന്തൊക്കെയാ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഏതാ, മൗലിക അവകാശമാണ്. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് മൗലിക അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, ആണിക്കല്ലല്ല ആണിക്കല്ല് എന്നറിയപ്പെടുന്നതും ഏതാ, പിന്നെ നമ്മുടെ മൗലിക അവകാശമാണ്. ഇനി നിലവിൽ നമ്മൾ പറഞ്ഞു 6 മൗലിക അവകാശങ്ങളല്ലേ ഉള്ളത്. അത് ഏതൊക്കെയാ,
ഒന്ന് സമത്വത്തിനുള്ള അവകാശം, 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 3 ചൂഷണത്തിനെതിരായ അവകാശം, 4 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 5 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം, 6 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അങ്ങനെ 6 മൗലിക അവകാശങ്ങളാണ് നമ്മുടെ ഭരണഘടനയിൽ നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഭാഗത്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എക്സ്പ്ലനേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മൗലിക അവകാശം എന്ന് പറയുന്ന ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? ഏതാ? ആർട്ടിക്കിൾ 22 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 22 എന്ത് പറയുന്നത്? കരുതൽ തടങ്കലിനെ കുറിച്ച് പറയുന്നത്. അനുച്ഛേദം 22 നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും അതേപോലെ അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന വകുപ്പ് ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 22. അപ്പോൾ ആർട്ടിക്കിൾ 22 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും അതേപോലെ കരുതൽ തടങ്കലിനെ കുറിച്ചും പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 22. ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 24 മണിക്കൂറിന് മുന്നേ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ചോദിച്ചാലും ഏതാ? ആർട്ടിക്കിൾ 22. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ഏത്? ആർട്ടിക്കിൾ 22. കരുതൽ തടങ്കൽ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ ആട്ടോ. ആരാ? കരുതൽ തടങ്കൽ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലാണ്. കരുതൽ തടങ്കൽ നിയമത്തിൽ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒപ്പുവെച്ച ഡേറ്റ് ചിലപ്പോൾ ചോദിക്കാം. 1950 ഫെബ്രുവരി 25. 1950 ഫെബ്രുവരി 25 കരുതൽ തടങ്കൽ നിയമത്തിൽ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒപ്പുവെക്കുന്നത്. നിയമം നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാൽ 1950 ഫെബ്രുവരി 26. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് ഫെബ്രുവരി 25. നിയമം നിലവിൽ വന്നത് ഫെബ്രുവരി 26. അങ്ങനെയാണെങ്കിൽ PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്: കരുതൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം വരെ തടങ്കലിൽ വെക്കാൻ കഴിയും അല്ലെങ്കിൽ തടവിൽ വെക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ എത്രയാ? 3 മാസമാട്ടോ. എത്രയാ? 3 മാസമാണ്. കരുതൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം വരെ തടവിൽ വെക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ എത്രയാ? 3 മാസമാണ്. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യത്തെ വ്യക്തി ചോദിച്ചാൽ ആരാ? സഖാവ് AK ഗോപാലനാണ്. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യത്തെ വ്യക്തി ചോദിച്ചാൽ ആരാ? AK ഗോപാലനാണ്. നമ്മൾ പറഞ്ഞു ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മണിക്കൂറിന് മുമ്പ് കോടതിയിൽ ഹാജരാക്കേണ്ടത് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടത് എന്ന് വെച്ചാൽ എത്രയാ? 24 മണിക്കൂറിന് മുന്നേ എന്ത് ചെയ്യണം? പിന്നെ കോടതിയിൽ ഹാജരാക്കണം അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. ഇനി രണ്ടാമത്തെ ചോദ്യം: നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാ? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ഭരണഘടനയിലെ വകുപ്പ് ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 14. ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 14 എന്ത് പറയുന്നത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 14. എന്നാൽ അനുച്ഛേദം 361 പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? പദവിയിലിരിക്കുന്ന രാഷ്ട്രപതി അതുപോലെ സംസ്ഥാനത്തെ ഗവർണർമാർ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യാതൊരുവിധ ക്രിമിനൽ നിയമ നടപടികൾ എടുക്കാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ സാധിക്കില്ല. നമ്മൾ പറഞ്ഞു നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, നിയമം എല്ലാവർക്കും ബാധകമാണ്. പക്ഷേ ആരൊഴികെ? രാഷ്ട്രപതി, പദവിയിലിരിക്കുന്ന രാഷ്ട്രപതി, സംസ്ഥാന ഗവർണർമാര് ഇവർക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഏതൊരു വിധത്തിലുള്ള ക്രിമിനൽ നിയമ നടപടികൾ എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാ? അത് 361 പ്രകാരമാണ് രാഷ്ട്രപതിക്കെതിരെയും ഗവർണർക്കെതിരെയും ഒരു നടപടിയും എടുക്കാൻ സാധിക്കാത്തത് എന്ന കാര്യം ഓർത്തു വെക്കുക. ഈ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നിയമവാഴ്ചയെ കുറിച്ച് കൂടി ജസ്റ്റ് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. എന്താ നിയമവാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്നും ഒരു വ്യക്തിയും എന്തല്ല നിയമത്തിന് അതീതരല്ല എന്നാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിയമവാഴ്ച എന്ന ആശയം എവിടുന്ന ഇന്ത്യ കടമെടുത്തത്? ബ്രിട്ടനിൽ നിന്നാട്ടോ. നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യ കടമെടുത്ത രാജ്യം ചോദിച്ചാൽ ഏതാ? ബ്രിട്ടനാണ്. നിയമവാഴ്ച
എന്ന ആശയം ജനകീയമാക്കിയത് ആരാന്ന് ചോദിച്ചാൽ AV ഡൈസി ആണ്. ആരാ? AV ഡൈസി. നിയമവാഴ്ച എന്ന ആശയം ജനകീയമാക്കിയത് ആരാ? AV ഡൈസി ആണ്. നമ്മുടെ മുൻ ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ടുള്ള ശങ്കർ ദയാൽ ശർമ്മ ഒരു പുസ്തകം ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുള്ളത് റൂൾ ഓഫ് ലോ ആൻഡ് റോൾ ഓഫ് പോലീസ് കേട്ടോ. റൂൾ ഓഫ് ലോ ആൻഡ് റോൾ ഓഫ് പോലീസ് എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാ? ശങ്കർ ദയാൽ ശർമ്മയാട്ടോ. ആരാ? ശങ്കർ ദയാൽ ശർമ്മയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഒരാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിന് മുന്നിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതാ? ആർട്ടിക്കിൾ 22 പ്രകാരമാണ്. 22 പ്രകാരമാണ്. നാലാമത്തെ ചോദ്യം, ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാ? ആർട്ടിക്കിൾ 20 ആട്ടോ. ഏതാ? ആർട്ടിക്കിൾ 20 ആണ്. എന്താ ആർട്ടിക്കിൾ 20 പറയുന്നത്? ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തലത്തിലുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 പറയുന്നത് കേട്ടോ. ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാലും ഏതാ? ആർട്ടിക്കിൾ 20 ആണ്. ഏതൊക്കെയാ ആ 3 തരത്തിലുള്ള സംരക്ഷണം? ഒന്ന്, മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. രണ്ടാമത്തത്, ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് എന്ത് ചെയ്യാൻ പാടില്ല? ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. മൂന്നാമത്തത്, ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തെളിവ് നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല. ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തെളിവ് നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല. അങ്ങനെ 3 തരത്തിലുള്ള സംരക്ഷണം, ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 20 ആണ്. ഏതൊക്കെയാ 3 സംരക്ഷണങ്ങൾ? ഒന്ന്, മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തി അയാൾക്കെതിരെ തെളിവ് നൽകാനായിട്ട് നിർബന്ധിക്കാനും പാടില്ല. ഇനി അഞ്ചാമത്തെ ചോദ്യം, ബാലവേല നിരോധിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരം? ബാലവേല നിരോധിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരം? ഏത് വകുപ്പ് പ്രകാരം? ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ 24 ആട്ടോ. ആർട്ടിക്കിൾ 24 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ബാലവേല നിരോധിക്കുന്നു. ചൈൽഡ് ലേബർ ബാലവേല നിരോധിക്കുന്ന വകുപ്പ് ചോദിച്ചാൽ, ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 24 അല്ലെ. ആർട്ടിക്കിൾ 24 ആണ്. ലോക ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്ന വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ എന്ന ജൂൺ 12 കേട്ടോ. എന്ന ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമുദ്രയുണ്ട്. ഏതാ? റഗ്മാർക്ക് അല്ലെ. ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മയുള്ള മുദ്രയാണ് ഇത്? റഗ്മാർക്ക്. ഈ റഗ്മാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ചോദിച്ചാൽ ആരാ? കൈലാഷ് സത്യാർത്ഥി അല്ലെ. ആരാ? കൈലാഷ് സത്യാർത്ഥിയാണ്. കൈലാഷ് സത്യാർത്ഥിക്ക് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഏത് വർഷം? 2014. കൂടെ ആർക്കും കിട്ടി? മലാല യൂസഫ്സായിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഗ്മാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? കൈലാഷ് സത്യാർത്ഥി. പക്ഷെ ഈ റഗ്മാർക്ക് ഇപ്പൊ അറിയപ്പെടുന്നത് ഏത് പേരില? ഗുഡ് വീവ് എന്ന പേരിലാട്ടോ. ഏതാ? ഗുഡ് വീവ് എന്ന പേരിലാണ്. ഇനി ആറാമത്തെ ചോദ്യം, അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? ആർട്ടിക്കിൾ 32 ആട്ടോ. ആർട്ടിക്കിൾ 32 ആണ്. എന്താ ആർട്ടിക്കിൾ 32 പറയുന്നത്? നമ്മുടെ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നതാണ് ഏത്? ആർട്ടിക്കിൾ 32 കേട്ടോ. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നതും ഏതാ? ആർട്ടിക്കിൾ 32 ആണ്. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ഏതാ? ആർട്ടിക്കിൾ 32 ആണ്. ഒരു വ്യക്തിക്ക് തന്റെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദം ചോദിച്ചാലും ഏതാ? ആർട്ടിക്കിൾ 32 ആണ്. ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് ഇങ്ങനെയൊക്കെ അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പാണ് ഇത്? ആർട്ടിക്കിൾ 32. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് താക്കൂർദാസ് ഭാർഗവ് വിശേഷിപ്പിച്ച എന്തിനാ? അത് ആമുഖത്തെയാട്ടോ. അപ്പോൾ ഓർത്തു നോക്കുക, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32നെയാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് താക്കൂർദാസ് ഭാർഗവ് വിശേഷിപ്പിച്ച എന്തിനാ? അത് ആമുഖത്തെയാന്നുള്ള കാര്യം ഓർത്തു വെക്കുക.
അതുപോലെ തന്നെ ഈ 32-ാം അനുച്ഛേദ പ്രകാരമാണ് നമുക്കറിയാലോ റിട്ടുകൾ അറിയാലോ നമ്മുടെ ഭരണഘടനയിൽ 5 തരത്തിലുള്ള റിട്ടുകൾ ഉണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ? നമ്മളെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് ഏത് റിട്ട് എന്നറിയപ്പെടുന്നത് അല്ലെ. സുപ്രീം കോടതി ഏത് വകുപ്പ് അനുസരിച്ചാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് ആര് പുറപ്പെടുവിക്കുന്നത്? സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഹൈക്കോടതിയാണെങ്കിലോ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരമാണ്. 2 കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്ന് ഹൈക്കോടതിക്കും ഒന്ന് സുപ്രീം കോടതിക്കും. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരമാണെങ്കിൽ സുപ്രീം കോടതി ഏത് വകുപ്പ് അനുസരിച്ചാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്? 32-ാം വകുപ്പ് പ്രകാരമാണ്. 5 റിട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാ? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, വാറന്റോ, സെർഷ്യോററി. അങ്ങനെ 5 റിട്ടുകളാണ് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യം ഓർത്തുവെക്കുക. റിട്ട് ഏത് രാജ്യത്താണ് ഇന്ത്യ കടമെടുത്തത്? റിട്ട് ഫ്രം ബ്രിട്ടൻ ആണ്. റിട്ട് കടമെടുത്തത് ഏത് രാജ്യത്തുനിന്നാ? ബ്രിട്ടനിൽ നിന്നാണ്. റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാ? ലാറ്റിൻ ഭാഷ കേട്ടോ. റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിലാ? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. ഇനി 7-ാമത്തെ ചോദ്യം, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഏത് അനുച്ഛേദ പ്രകാര? ആർട്ടിക്കിൾ 30 പ്രകാരമാട്ടോ. ആർട്ടിക്കിൾ 30 പ്രകാരമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശമാണ് ഏത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം ആർട്ടിക്കിൾ 29-ലും 30-ഉമാണ് ആർക്ക് വേണ്ടിയിട്ടുള്ളത്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 2 ആർട്ടിക്കിളുകൾ പഠിച്ചു നോക്കണം. ആർട്ടിക്കിൾ 29-ഉം ആർട്ടിക്കിൾ 30-ഉം. ആർട്ടിക്കിൾ 29-ൽ എന്താ പറയുന്നത്? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന വകുപ്പ് ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 29 ആണ്. ആർട്ടിക്കിൾ 30-ൽ പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും നടത്തുന്നതിനുമുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നതാണ്. ഈ ആർട്ടിക്കിൾ 29 തന്നെ കുറച്ചും കൂടി പഠിച്ചു വെക്കാനുണ്ട്. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വകുപ്പ് ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 29 ആണ്. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ചില അവകാശങ്ങളുണ്ട്. അതായത് ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം, അതുപോലെ പൂർണ്ണമായും സ്റ്റേറ്റിന്റെ കീഴിലോ സ്റ്റേറ്റിന്റെ ധനസഹായത്തോടു കൂടിയോ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതത്തിന്റെയോ വർഗത്തിന്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ പൗരനും അഡ്മിഷൻ നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 29 എന്താ പറയുന്നത്? പൂർണ്ണമായിട്ടും സ്റ്റേറ്റിന്റെ കീഴിലോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ധനസഹായത്തോടു കൂടിയോ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വർഗത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂല? അഡ്മിഷൻ ഒന്നും നിഷേധിക്കാൻ പാടില്ല. ഒരു ഇന്ത്യൻ പൗരൻ എന്ത് ചെയ്യാൻ പാടില്ല? അഡ്മിഷൻ നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 29 ആർട്ടിക്കിൾ 30-ൽ എന്താ പറയുന്നത്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമുണ്ട്. അപ്പം സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം ഏത് ആർട്ടിക്കിളാണെന്ന് വെച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 29-ലും 29-ഉമാണ്. 29-ഉം 30-ഉമാണ് എന്തെന്ന് പറയുന്നത്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. ഇനി 8-ാമത്തെ ചോദ്യം, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 29. 9-ാമത്തെ ചോദ്യം, അടിമത്തം നിരോധിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏതാ? അടിമത്തം നിരോധിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ്. ആർട്ടിക്കിൾ 23 അല്ലെ, മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ, ഇതൊക്കെ നിരോധിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാ? പിന്നെ നമ്മുടെ ചൂഷണത്തിനെതിരായ അവകാശങ്ങളാണ് ഇതൊക്കെ. ആർട്ടിക്കിൾ 23, 24. അതിൽ 23-ലാണ് എന്ത് പറയുന്നത്? മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ, ഇതൊക്കെ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. ഇനി 10-ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാ? വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനയിലെ ഭേദഗതി ഏതാണ്? ഏത് ഭേദഗതിയാ? ഓപ്ഷൻ 86 ഓപ്ഷൻ സി ആണ്. 86-ാം ഭേദഗതി പ്രകാരമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ പറയാം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ ഭരണഘടനയിലെ അനുച്ഛേദം ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 21A ആണ്. ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 21A എന്ത് പറയുന്നത്?
6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനയിലെ അനുച്ഛേദം. അതായത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടന ഭേദഗതി ചോദിച്ചാൽ ഇതാ 2002 86-ാമത്തെ ഭേദഗതിയാണ്. 2002 86-ാമത്തെ ഭേദഗതിയിലൂടെ എന്ത് കൂട്ടിച്ചേർത്തു? വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയിട്ട് ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21 21A എന്ന് പറയുന്ന അനുച്ഛേദം കൂട്ടിച്ചേർത്തു. അപ്പം ആർട്ടിക്കിൾ 21A വരാൻ കാരണമായ ഭരണഘടനയെ ഭേദഗതി ചോദിച്ചാൽ ഏതാ? 86-ാം ഭേദഗതിയാണ്. ഏത് വർഷം 86-ാം ഭേദഗതി നടന്നത്? 2002 ഇതിന്റെ കൂടെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമം കൂടി പഠിച്ചു വെക്കുക. ആർട്ടിക്കിൾ 21A ചുവട് പിടിച്ചുകൊണ്ട് പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ചോദിച്ചാൽ 2009 ഓഗസ്റ്റ് 26 കേട്ടോ. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ചോദിച്ചാൽ ഏതാ? 2009 ഓഗസ്റ്റ് 26 ഈ നിയമം നിലവിൽ വരുന്നത് 2010 ഏപ്രിൽ 1 കേട്ടോ. 2010 ഏപ്രിൽ 1 PSC കുറേ പ്രാവശ്യം ചോദിച്ചതാണ് ഇത്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഏത് വർഷം? 2010 ഏപ്രിൽ 1. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടനെ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ റദ്ദാകുന്ന മൗലിക അവകാശം ഏതാണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ റദ്ദാകുന്ന മൗലിക അവകാശം ഏതാ? ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 19 കേട്ടോ. ഏതാ? ആർട്ടിക്കിൾ 19 എന്താ ആർട്ടിക്കിൾ 19 പറയുന്നത്? അതായത് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 19. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഇത്, ആർട്ടിക്കിൾ 19. 19 1 പറയുന്നു എന്താ? 1A. ആർട്ടിക്കിൾ 19 1A ആണ് അഭിപ്രായ സ്വാതന്ത്ര്യം. നമുക്ക് പറഞ്ഞു 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണുള്ളത്. അതിൽ 19 1A ആണ് 1 അഭിപ്രായ സ്വാതന്ത്ര്യം. 2 ആയുധങ്ങളില്ലാതെ സമാധാനപരമായിട്ട് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. 3 സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. 4 സഞ്ചാര സ്വാതന്ത്ര്യം. 5 ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. 6 മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19. അപ്പോൾ അതെന്താ പറഞ്ഞത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടനെ തന്നെ എന്ത് ചെയ്യും? രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ റദ്ദാകുന്ന മൗലിക അവകാശമാണ് ഇത്, ആർട്ടിക്കിൾ 19 പറഞ്ഞിരിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. പത്രസ്വാതന്ത്ര്യം പരോക്ഷമായിട്ട് ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പാണ് ഏത്? അനുച്ഛേദം 19 1A ആണ്. പത്രസ്വാതന്ത്ര്യം പരോക്ഷമായിട്ട് ഉൾക്കൊള്ളുന്ന ഭരണഘടനയിലെ വകുപ്പ് PSC ചോദിച്ചിട്ടുണ്ട്. ഏതാ? ആർട്ടിക്കിൾ 19 1A ആണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നവരാണ് ആര്? പത്രമാധ്യമങ്ങൾ. അല്ലേ? ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നവരാ നമ്മുടെ പത്രമാധ്യമങ്ങളാട്ടോ. അതുപോലെ ആർട്ടിക്കിൾ 19 1A പ്രകാരമാണ് വിവരാവകാശം ഒരു മൗലിക അവകാശമായിട്ട് കണക്കാക്കപ്പെടുന്നത് കേട്ടോ. ആർട്ടിക്കിൾ 19 1A പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? വിവരാവകാശം ഒരു മൗലിക അവകാശമായിട്ട് കണക്കാക്കുന്നത്. ഇനി 13ാമത്തെ ചോദ്യം, സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം പരിഗണന നൽകുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാ? ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 15 ആട്ടോ. ആർട്ടിക്കിൾ 15 ആണ്. എന്താ ആർട്ടിക്കിൾ 15 പറയുന്നത്? മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന വകുപ്പാണേത്? ആർട്ടിക്കിൾ 15. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും എന്ത് ചെയ്യാൻ പാടില്ല? വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന വകുപ്പാണേത്? ആർട്ടിക്കിൾ 15. കൂടാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകാവുന്നതാണ് എന്ന് പറയുന്നതാണ് ഇത്, ആർട്ടിക്കിൾ 15. എന്ത് ചെയ്യണം? സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന വകുപ്പ് ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 15 ആണ്. സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം എന്ന് ചോദിച്ചാലും ഏതാ? ആർട്ടിക്കിൾ 15 ആണ്. സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ചോദിച്ചാലും ഏത് തന്നെയാ? ആർട്ടിക്കിൾ 15 ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 15 എന്താ പറയുന്നത്? മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്നുണ്ട്. എന്നിരുന്നാലും സ്ത്രീകൾക്ക് എന്ത് ചെയ്യും? കുട്ടികൾക്ക് എന്ത് ചെയ്യണം? പ്രത്യേക പരിഗണന നൽകണം. അതുപോലെ സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ചോദിച്ചാലും ഏതാ? ആർട്ടിക്കിൾ 15 ആണ്. 14ാമത്തെ ചോദ്യം, ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഏത് അനുച്ഛേദമാണ് ഉറപ്പുവരുത്തുന്നത്?
ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഏതനുച്ഛേദം ഉറപ്പുവരുത്തുന്നത്? ആർട്ടിക്കിൾ 21 ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 21. ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 21. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 21. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചതും ഏത് പ്രകാരം? ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. ഇന്ത്യയിലെ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദം ചോദിച്ചാലും ഏതാ? ആർട്ടിക്കിൾ 21. അതുപോലെ 2020 ജനുവരിയിൽ സുപ്രീം കോടതി ഒരു നിരീക്ഷണം കണ്ടു. എന്താ? ഇന്റർനെറ്റിന്റെ ലഭ്യത മൗലികാവകാശമായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഈ ആർട്ടിക്കിൾ 21 പ്രകാരമായിരുന്നു. ഭരണഘടനയിലെ ഗോൾഡൻ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങൾ ജസ്റ്റ് ഓർത്തു നോക്കുക. 14, 19, 21 കേട്ടോ. 14, 19, 21 എന്താ അറിയപ്പെടുന്നത്? ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങളാണ് ഏതൊക്കെ? ആർട്ടിക്കിൾ 14, 19, 21. ഇനി മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം നമ്മൾ പറഞ്ഞു ഏത്? ആർട്ടിക്കിൾ 21 ആണ്. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. അത് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ഇനി മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അവകാശം ആർക്കാണുള്ളത്? മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അവകാശം ആർക്കേയുള്ളൂ? പാർലമെന്റിലെ ഇന്ത്യൻ പാർലമെന്റിനാണ് അവകാശമുള്ളത്. 18ാമത്തെ ചോദ്യം, പരോക്ഷമായിട്ട് പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? അത് നമ്മൾ പറഞ്ഞതായിരുന്നു. ഏതായിരുന്നു? 19 1A 19 1A. 19ാമത്തെ ചോദ്യം, 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദമാണ് ഏത്? ആർട്ടിക്കിൾ 19 അല്ലെ? ആർട്ടിക്കിൾ 19. ഇനി 20ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദമാണ് ഏത്? ആർട്ടിക്കിൾ 17 ആർട്ടിക്കിൾ 17. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന വകുപ്പാണ് ഏത്? ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പാണ് ഏത്? ആർട്ടിക്കിൾ 17. അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 17 എന്ന കാര്യം ഓർത്തു നോക്കുക. 21ാമത്തെ ചോദ്യം, ജാതി, മതം, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ചോദിച്ചാൽ ഏതാ? വകുപ്പ് 15 ആണ്. അനുച്ഛേദം 15 ആണ്. 22, തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരം? നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ ഏത്? ആർട്ടിക്കിൾ 17 ആണ്. ഇനി സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ ഏതാ? 1978 44ാം ഭേദഗതിയിലൂടെയാണ്. വർഷം ഓർത്തു വെച്ചോ, 1978 സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി ഏതാ? 1978 44ാം ഭേദഗതിയിലൂടെയാണ്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാ? മൊറാർജി ദേശായി ആണ്. സ്വത്തവകാശം നിയമവകാശമാകുന്ന സമയത്ത് പ്രസിഡന്റ് ആരായിരുന്നു? നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു. ഈ ഫാക്ട് ഒന്ന് ഓർത്തു വെക്കാം. ഇനി സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? സ്വത്തവകാശത്തെക്കുറിച്ച് നിലവിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 300A സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ നിലവിൽ 300A കേട്ടോ. നിലവിൽ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതാ? 300A. മുൻപ്, അതായത് മൗലിക അവകാശമായിരുന്ന കാലത്ത് സ്വത്തവകാശത്തിന്റെ ആർട്ടിക്കിൾ ഏതായിരുന്നു? അത് 31ാം ആർട്ടിക്കിൾ ആയിരുന്നു. ഏതായിരുന്നു? 31ാം ആർട്ടിക്കിളിലായിരുന്നു. ഇനി 25ാമത്തെ ചോദ്യം, സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ഏതാണ്? സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 16 പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ എന്നൊക്കെ ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 16 ആണ്. 26 1978 മൗലിക അവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ സ്വത്തവകാശം ഇപ്പോൾ ഒരു ഡാഷ് അവകാശമാണ്. എന്തവകാശമാണ്? നിലവിൽ
അതൊരു നിയമ അവകാശമാണ്. സ്വത്തവകാശം നിലവിൽ എന്താ അവകാശ? നിയമ അവകാശമാണ്. 27 ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത്? നമ്മൾ പറഞ്ഞതാണ് ഏതാ? അമേരിക്കയാണ് അല്ലെ. USA ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശം എന്നത് കടം കൊണ്ടത്. 28 സ്വത്തവകാശത്തെ പറ്റി മുൻപ് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരുന്ന ആർട്ടിക്കിൾ അത് നമ്മൾ പറഞ്ഞു ഏതാ? 31 നിലവിലേതാ? 300A ആണ്. 29ാമത്തെ ചോദ്യം 1927 നടന്ന മദ്രാസ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? 1927 നടന്ന മദ്രാസ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? MA അൻസാരി ആയിരുന്നു കേട്ടോ. ഓപ്ഷൻ സി ആണ് MA അൻസാരി. എന്താ പ്രത്യേകത 1927 മദ്രാസ് സമ്മേളനത്തിൻ്റെത്? മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച INC സമ്മേളനമാണ് ഇത് 1927 മദ്രാസ് സമ്മേളനം. അതിന്റെ അധ്യക്ഷനാരാ? MA അൻസാരി ആണ്. ഇനി 30ാമത്തെ ചോദ്യം സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത വർഷം ഏതാ? 1978 1978 31ാമത്തെ ചോദ്യം മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവിയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ? ഏതാ? 1927 മദ്രാസ് സമ്മേളനമാണ്. അധ്യക്ഷനാരായിരുന്നു? MA അൻസാരി. 32ാമത്തെ ചോദ്യം 1931 കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരാ? 1931 കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ വല്ലഭായി പട്ടേൽ ആട്ടോ. ആരാ? സർദാർ വല്ലഭായി പട്ടേൽ. എന്താ 31 കറാച്ചി സമ്മേളനത്തിന്റെ പ്രത്യേകത? മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ ഏതാ? 31 കറാച്ചി സമ്മേളനമാണ്. എന്താ പ്രത്യേകത? മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട് ഒരു പ്രമേയം പാസാക്കിയ INC സെഷൻ നടന്നതാണ് ഇവിടെ 1931 കറാച്ചി സെഷൻ എന്ന് പറയുന്നത്. അധ്യക്ഷനാര? സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി മൗലിക അവകാശങ്ങളുടെ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരായിരുന്നു? മൗലിക അവകാശങ്ങളുടെ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു കേട്ടോ. ആരാ? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കിയിട്ട് കറാച്ചി സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ചോദിച്ചാലും ആര് തന്നെയാ? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാലും ഏതാ? ഓപ്ഷൻ സി ആണ്, കറാച്ചിയാണ്. 35ാമത്തെ ചോദ്യം നിലവിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാ? 6. നിലവിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 6 എണ്ണമാണ്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്തുണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണമാണെങ്കിലോ അത് 7 അല്ലെ. ഭരണഘടന നിലവിൽ വരുന്ന സമയത്തുണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം 7 ആണ്. ഇനി മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാ? മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ഓപ്ഷൻ എ ആണ്, സുപ്രീം കോടതിയാണ്. ഇനി അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുന്ന മൗലികാവകാശങ്ങൾ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 20ഉം 21ഉം ആട്ടോ. ഓപ്ഷൻ സി ആർട്ടിക്കിൾ 20ഉം 21ഉമാണ്. ഇനി ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനയിലെ ഭാഗം ചോദിച്ചാൽ ഏതാ? ഭാഗം 3 മൗലിക അവകാശമാണ്. 40ാമത്തെ ചോദ്യം മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാ? സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലെ. സർദാർ വല്ലഭായ് പട്ടേലാണ്. 41ാമത്തെ ചോദ്യം ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. അവസാനത്തെ ചോദ്യമാണ് 42. ഭരണഘടനയുടെ വിശാലമായ സവിശേഷതകളുടെ സാരാംശമായിട്ട് കണക്കാക്കുന്നത് എന്താണ്? ഭരണഘടനയുടെ വിശാലമായ സവിശേഷതകളുടെ സാരാംശമായിട്ട് കണക്കാക്കുന്നത് ഏതാ? മൗലികാവകാശമല്ല, ആമുഖമാണ്. ഏതാ? ആമുഖമാണ്. നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. അപ്പോൾ ആർട്ടിക്കിൾ 12 എന്താ പറയുന്നത്? സ്റ്റേറ്റ് എന്ന പദത്തിന്റെ നിർവചനമാണ് ആർട്ടിക്കിൾ 12 പറയുന്നത് കേട്ടോ. അതായത് ഭാരത സർക്കാരും പാർലമെന്റും സംസ്ഥാനങ്ങളിൽ അതായത് സർക്കാരും നിയമനിർമ്മാണ സഭകളും ഭാരതത്തിന്റെ ഭൂപ്രദേശത്തിനുള്ളിലോ അല്ലെങ്കിൽ ഭാരത സർക്കാരിന്റെ നിയന്ത്രണത്തിനുള്ളിലോ ആയിട്ടുള്ള എല്ലാ അധികാര സ്ഥാനങ്ങളും എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സ്റ്റേറ്റ് എന്നതിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ സ്റ്റേറ്റ് എന്ന പദത്തിന്റെ നിർവചനത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 12. ആർട്ടിക്കിൾ 13 എന്താ പറയുന്നത്? മൗലിക അവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തതോ അവക്ക്
വിപരീതമായതോ ആയിട്ടുള്ള നിയമങ്ങൾ നിലനിൽക്കില്ല എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ഇത് ആർട്ടിക്കിൾ 13 കേട്ടോ. ആർട്ടിക്കിൾ 13 എന്താ പറയുന്നത്? മൗലിക അവകാശങ്ങളുമായിട്ട് പൊരുത്തപ്പെടാത്തതോ അവക്ക് വിപരീതമായതോ ആയിട്ടുള്ള നിയമങ്ങൾ നിലനിൽക്കില്ല എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ഇത് ആർട്ടിക്കിൾ 13. ആർട്ടിക്കിൾ 14 നമ്മൾ പറഞ്ഞതായിരുന്നു ഏതാ? നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 15 എന്തായിരുന്നു? മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകാവുന്നതാണ് എന്ന് പറയുന്നത് ഏതാ? ആർട്ടിക്കിൾ 15 ആണ്. സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിളും ഏതാ? ആർട്ടിക്കിൾ 15 ആണ്. ഇനി ആർട്ടിക്കിൾ 16 എന്താ പറയുന്നത്? പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 17 എന്തായിരുന്നു? ഐത്ത നിർമ്മാർജ്ജനം അല്ലെ, തൊട്ടുകൂടായ്മ, ഐത്തം എന്നിവ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ഇത് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 18 എന്താ? പദവി നാമങ്ങൾ നിർത്തലാക്കുന്നു. പദവി നാമങ്ങൾ നിർത്തലാക്കുന്ന വകുപ്പാണ് ഇത് ആർട്ടിക്കിൾ 18. സൈനികവും അതുപോലെ അക്കാദമിക്കും ഒഴികെയുള്ള എല്ലാ പദവി നാമങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിളാണ് ഇത് ആർട്ടിക്കിൾ 18. ആർട്ടിക്കിൾ 19 എന്തായിരുന്നു? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 20 എന്തായിരുന്നു? ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 22 എന്തായിരുന്നു? ആർട്ടിക്കിൾ 22 നിയമവിധേയമല്ലാത്ത അറസ്റ്റ് അല്ലെ, നിയമവിധേയമല്ലാത്ത അറസ്റ്റിനെ കുറിച്ചും കരുതൽ തടങ്കലിനെ കുറിച്ചും പറയുന്ന ആർട്ടിക്കിളായിരുന്നു ഇത് ആർട്ടിക്കിൾ 22 അല്ലെ, ആർട്ടിക്കിൾ 22. ഇനി ആർട്ടിക്കിൾ 23 എന്തായിരുന്നു? ആർട്ടിക്കിൾ 23 പിന്നെ മനുഷ്യക്കടത്ത് അല്ലെ, മനുഷ്യക്കടത്ത്, അടിമത്തം, അതുപോലെ നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ എന്നിവയൊക്കെ നിരോധിക്കുന്ന ആർട്ടിക്കിളായിരുന്നു ഇത് ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 24 എന്തായിരുന്നു? ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിളായിരുന്നു ഇത് ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 25 നമ്മൾ പറഞ്ഞിട്ടില്ല. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ എന്താ പറയുന്നത്? മതസ്വാതന്ത്ര്യത്തിനെ കുറിച്ചുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 25 മുതൽ 28. ആർട്ടിക്കിൾ 25 പറയുന്നത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കുന്നതിനുമുള്ള അത് പ്രചരിപ്പിക്കാനും അവകാശത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 25. ഇനി ആർട്ടിക്കിൾ 26 ആണെങ്കിലോ മതവിഭാഗങ്ങൾക്ക് മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശമുണ്ട്, അതുപോലെ അത് നോക്കി നടത്താനുള്ള അവകാശമുണ്ട്. മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും അത് നോക്കി നടത്തുന്നതിനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 26. ആർട്ടിക്കിൾ 27 പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശമാണ് ആർട്ടിക്കിൾ 27. ആർട്ടിക്കിൾ 28 എന്താ പറയുന്നത്? ഗവൺമെന്റ് നടത്തുന്നതോ ഗവൺമെന്റിന്റെ സഹായം സ്വീകരിക്കുന്നതോ ആയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധിക്കാനോ പാടില്ല എന്ന് അനുശാസിക്കുന്ന വകുപ്പാണേത് ആർട്ടിക്കിൾ 28. ആർട്ടിക്കിൾ 29 നമ്മൾ പറഞ്ഞതായിരുന്നു. ആർട്ടിക്കിൾ 29, 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 2 അനുച്ഛേദങ്ങളാണ് ഇത് 29, 30 എന്ന് പറയുന്നത്. 29 എന്തായിരുന്നു പറയുന്നത്? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വകുപ്പായിരുന്നു ആർട്ടിക്കിൾ 29. ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണമുണ്ട് അതിനകത്ത്. അതുപോലെ പൂർണ്ണമായിട്ടും സ്റ്റേറ്റിന്റെ കീഴിലോ സ്റ്റേറ്റിന്റെ ധനസഹായത്തോടു കൂടിയോ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല? മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു പൗരനും അഡ്മിഷൻ ഒന്നും നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുന്ന വകുപ്പും കൂടിയായിരുന്നു ഇത് ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 30 എന്തായിരുന്നു പറയുന്നത്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളായിരുന്നു ആർട്ടിക്കിൾ 30. ഇനി ആർട്ടിക്കിൾ 32 അല്ലെ, നമ്മുടെ 6ാമത്തെ മൗലിക അവകാശമാണ് ഇത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമായിരുന്നു ആർട്ടിക്കിൾ 32. എന്താ? മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നൊക്കെ അറിയപ്പെടുന്നതായിരുന്നു ഇത് ആർട്ടിക്കിൾ 32. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളായിരുന്നു ഇത് പിന്നെ ആർട്ടിക്കിൾ 32. ഒരു വ്യക്തിക്ക് തന്റെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ടോ? ഉണ്ട്. അത് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് ആർട്ടിക്കിൾ 32. പിന്നെ അംബേദ്കർ എന്തായിരുന്നു വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ 32നെ? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32നെയാണ്.